റിങ്ക് പക്ഷി, റിങ്ക് പക്ഷി. അവൻ വീടിന്റെ പുറത്തു വന്ന് നോക്കിയപ്പോ മോട്ടുകുരങ്ങൻ കയ്യിലൊരു ലെറ്ററുമായി നിൽക്കുകയായിരുന്നു. കാട്ടിലെ രാജാവ് സിംഹവും ബാക്കിയുള്ള മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഷേർഖാൻ അങ്ങ്? റിങ്കു പക്ഷി, ഈ മോട്ടുകുരങ്ങന്റെ കയ്യിൽ നീ കാണുന്നതുണ്ടല്ലോ, ഇത് നിന്റെ അമ്മയുടെ ഇഷ്ടദാനമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് തയ്യാറാക്കിയത്. ഇഷ്ടദാനോ? പക്ഷികൾക്ക് ഇഷ്ടദാനം കൊണ്ട് എന്താ പ്രയോജനം? ശരി, എന്താണ് അവരുടെ ഇഷ്ടദാനം എന്ന് പറയൂ. ഞാൻ ചിങ്കി പക്ഷി, എൻ്റെ മകൻ്റെ മോശം പ്രവൃത്തി കാരണം വളരെ ദുഃഖിതയാണ്. എനിക്ക് സംശയമുണ്ട്, എൻ്റെ മരണശേഷം എൻ്റെ മകൻ എൻ്റെ മകളെ വീട്ടിൽ നിർത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇഷ്ടദാനം തയ്യാറാക്കിയത്. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മകൻ ഈ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മകളെയും കൂടി നിർബന്ധമായും ഈ വീട്ടിൽ നിർത്തേണ്ടതാണ്. മാത്രമല്ല, നല്ല സഹോദരനെ പോലെ അവളെ സംരക്ഷിക്കുകയും വേണം. എൻ്റെ മകൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നെങ്കിൽ അവനിൽ നിന്നും ഈ വീട് കണ്ടുകെട്ടുന്നതാണ്. എന്നിട്ട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം കൊടുക്കണം. എൻ്റെ ദൈവമേ. പറയൂ, നിന്റെ സഹോദരി എവിടെയാണ്? അവൾ ചിലപ്പോൾ അവളുടെ പുതിയ താമസ സ്ഥലത്തായിരിക്കും. നിനക്കിവിടെ താമസിക്കണമെങ്കിൽ അവളെ കണ്ടെത്തി കൊണ്ടുവാ. അല്ലെങ്കിൽ ഈ വീട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം നൽകും. വേണ്ട വേണ്ട, ഞാൻ എന്തായാലും അവളെ കണ്ടെത്തി കൊണ്ടുവരാം. കൊണ്ടുവാ. നാളെ രാവിലെ തന്നെ മോട്ടുകുരങ്ങനെ ഇവിടെ നോക്കാനായി അയക്കുന്നതാണ്. അയ്യോ, എൻ്റെ ഭാഗ്യം നശിച്ചല്ലോ. ഇനി അവളെ കണ്ടെത്തേണ്ടി വരും.